ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ചാപ്റ്ററിന് കീഴിലല്ല വരുന്നത്. മറിച്ച് എന്താണ് ഇന്ത്യയിലെ സുപ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് LDCയിൽ ഒരു സിലബസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില നിയമങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വിവരാവകാശ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ രണ്ട് സുപ്രധാനപ്പെട്ട നിയമങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നിയമം എന്ന് പറയുന്നത് പൗരാവകാശ സംരക്ഷണ നിയമം 1955 നിയമത്തിന്റെ പേരാണ് പൗരാവകാശ സംരക്ഷണ നിയമം 1955. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പൗരാവകാശ സംരക്ഷണ നിയമം 1955 അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് 1955 എന്ന് പറയുന്നത്. അപ്പോ ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ആക്ട് ഇന്ത്യയിൽ വരുന്നത് പ്രധാനമായിട്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്ട് വരുന്നത്. ഇതിനോട് അനുബന്ധമായിട്ട് നമുക്ക് മറ്റൊരു ആക്ട് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അതെന്താണ് SC/SC അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി അല്ലെങ്കിൽ അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. നമ്മൾ അതിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള പൗരാവകാശ സംരക്ഷണ നിയമത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1955 ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1955 പൗരാവകാശ നിയമം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്ന വർഷം എന്ന് പറയുന്നത് 1955. ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് നിലവിൽ വരാൻ, ആ നിയമം ഉണ്ടാകുവാൻ കാരണമായിട്ടുള്ള ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് എന്നൊരു ചോദ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരമാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ട് പഠിച്ചതാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 17 ഇന്ത്യയിൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇന്ത്യയിൽ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ, അടിമത്തം അല്ലെങ്കിൽ ഈ പറയുന്ന അയിത്തം എന്ന് പറയുന്ന പരിപാടി എന്ത് ചെയ്യുന്നു? നിർമാർജനം ചെയ്യുന്നു. അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന സംഭവത്തെ എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 17 മൗലിക അവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 17 എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ നിരോധിക്കുന്നു. ഈ ആർട്ടിക്കിൾ 17 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ തന്നെ അബ്സല്യൂട്ട് ആയിട്ടുള്ള സ്വഭാവം, പരിപൂർണമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അബ്സല്യൂട്ട് സ്വഭാവം കാണിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17 എന്ന് ഞാൻ പറയുമ്പോ അതിന്റെ അർത്ഥം അത് കംപ്ലീറ്റ് ആണ് എന്ന് ആണ് ഷിജിൻ പറയുന്നത്. കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ നിന്ന് ഷിജിൻ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്ന ആക്ട് കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതെ, അതായത് പരിമിതികളില്ല. അതായത് ചില എല്ലാ മൗലിക അവകാശങ്ങളും എന്തല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ മൗലിക അവകാശങ്ങളും എന്തല്ല? അബ്സല്യൂട്ട് അല്ല എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൗലിക അവകാശങ്ങളുടെ സവിശേഷത എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല? അബ്സല്യൂട്ട് അല്ല, പരിപൂർണമല്ല. എന്തുകൊണ്ടാണ്? അതിനു ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ
നമ്മൾ മൗലിക അവകാശം, നമുക്ക് എന്താണ് നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ എന്തുണ്ട്? നമ്മൾക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാം, അഭിപ്രായം പ്രകടിപ്പിക്കാം. പക്ഷേ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന എന്താണ് ആശയങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കുവാൻ പറ്റുമോ? ഒരു സമൂഹത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന ആശയങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? കഴിയില്ല. അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ്? ഭരണഘടനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഭരണഘടന അനുവദിക്കുന്ന രീതിയിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ എന്താണ് എക്സ്പ്രഷൻ മാത്രമേ നമുക്ക് അവിടെ എന്തുള്ളൂ, പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെ പല മൗലിക അവകാശങ്ങൾക്കും എന്തുണ്ട്? ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്, അയിത്ത നിർമാർജനം എന്ന് പറയുന്നത്. അത് എന്താണ്? അബ്സല്യൂട്ട് ആണ്. അത് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും എന്താണ്? അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ അത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങൾ ജാമ്യമില്ലാതെ അറസ്റ്റിലാകും. അതിലെന്താണ്? യാതൊരുവിധ സംശയങ്ങളും വേണ്ട. അപ്പോ ഈ പൗരാവകാശ നിയമം 1955 ഒരു ബേസ് ആയത് അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായത് ഈ പറയുന്ന ആർട്ടിക്കിൾ 17 അയിത്ത നിരോധനം എന്നുള്ളതാണ്. ആ ആർട്ടിക്കിൾ 17 ഇന്ത്യയുടെ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പാസ്സാക്കപ്പെടുന്നത് മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറയുന്ന സ്ലോഗനോടുകൂടി അല്ലെങ്കിൽ മുദ്രാവാക്യം വിളികളോടുകൂടി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അപ്പോ മഹാത്മാഗാന്ധിക്ക് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആർട്ടിക്കിൾ എന്ത് ചെയ്യപ്പെട്ടത്? പാസ്സാക്കപ്പെട്ടത്. പക്ഷെ ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ് പറയുക? ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഒരു സ്വപ്നമാണ് ഈ പറയുന്ന അയിത്ത നിർമാർജനം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന അയിത്ത നിർമാർജനത്തിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഈ നിയമത്തിന് കാരണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റിന് കാരണമായിട്ടുള്ള ആർട്ടിക്കിൾ 17 ആണ്. അപ്പോ ഈ പൗരാവകാശ നിയമം നിലവിൽ വരുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ പേരെന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നായിരുന്നില്ല, അല്ലെങ്കിൽ പൗര അവകാശ സംരക്ഷണ നിയമം എന്ന് ആയിരുന്നില്ല. മറിച്ച് എന്തായിരുന്നു ഈ നിയമത്തിന്റെ ആദ്യകാല പേരെന്ന് പറയുന്നത്? ഈ നിയമത്തിന്റെ ആദ്യകാല പേരെന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 എന്നാണ്. എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ടിന്റെ ആദ്യകാല പേര് അല്ലെങ്കിൽ ഇത് രൂപീകരിക്കപ്പെട്ടപ്പോഴുള്ള നാമം എന്ന് പറയുന്നത് എന്താണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955. ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് 1955 എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പൗരാവകാശ നിയമത്തിന്റെ ആദ്യത്തെ പേരാണ് എന്തെന്ന് പറയുന്നത്? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് 55 അതിന്റെ പേര് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും ഏതോ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഏതോ ഒരു സമയത്ത് ഇതിന്റെ പേര് അൺടച്ചബിലിറ്റി ആക്ടിൽ നിന്നും എന്തായി മാറിയിട്ടുണ്ടാവും? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അത് എന്നാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 1976 എന്ന് പറയുന്നത്. എന്താണ്? 1976 അൺടച്ചബിലിറ്റി ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട്, തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നുള്ളത് അതിന്റെ പേര് എന്തായിട്ട് മാറിയത്? പൗര അവകാശ നിയമം അല്ലെങ്കിൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നായി മാറിയത്. വർഷം ഏതാണ്? വർഷം 1976. അപ്പോ ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നുള്ളത് എന്താണ്? ഈ പറയുന്ന പൗരാവകാശ നിയമമായി മാറിയതിന് കാരണമായിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട്. ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നുള്ളത് എന്തായി മാറുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആയിട്ട് മാറുന്നത്. ആ കമ്മിറ്റിയുടെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം പെരുമാൾ കമ്മിറ്റി എന്ന് പറയണം. എന്താണ്? പെരുമാൾ കമ്മിറ്റി. വെറും പെരുമാൾ കമ്മിറ്റി അല്ല, ഇളയ പെരുമാൾ കമ്മിറ്റി. ഇളയ പെരുമാൾ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയുന്ന അൺടച്ചബിലിറ്റി, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് എന്നുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന് പേര് സ്വീകരിച്ചത്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഇളയ പെരുമാൾ കമ്മിറ്റി.
അപ്പോ ഇളയ പെരുമാൾ കമ്മിറ്റിയെ സർക്കാർ നിയമിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1965 1965 ഇളയ പെരുമാൾ കമ്മിറ്റിയെ നിയമിക്കുന്നത്. ഈ പേര് മാറുന്നതിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയൊക്കെ ഉണ്ട്. അതായത് അൺടച്ചബിൾ, അതായത് തൊട്ടുകൂടായ്മ ബാധിക്കപ്പെട്ടവർ. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഈ സവർണ അവർണ മേധാവിത്വവും അതെന്താണ് വളരെ വളരെ ശക്തമായി വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. ഇപ്പോഴും വളരെ തെറ്റില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോ ആരാണ് ഈ തൊട്ടുകൂടാത്തവർ എന്നുള്ളത് ഭരണഘടനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ഡിഫൈൻ ചെയ്യുവാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും അതിന്റെ പേരെന്താണ്, ഈ അൺടച്ചബിൾ ആക്ട്, പ്രൊവിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് എന്നുള്ളതിൽ നിന്ന് പിന്നീട് എന്തായിട്ട് മാറുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോ പെരുമാൾ കമ്മിറ്റിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. അപ്പോ എന്തിനു വേണ്ടിയാണ് ശരിക്കും പെരുമാൾ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്? ഇതിന്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ടാണോ പെരുമാൾ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്? ഇല്ല. പെരുമാൾ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു എന്താണ്, ഈ അൺടച്ചബിലിറ്റി ആക്ടിന്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നാക്കി മാറ്റുക എന്നുള്ളത്. ഈ കമ്മിറ്റി യഥാർത്ഥത്തിൽ രൂപം കൊണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള വികസനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഇളയ പെരുമാൾ കമ്മിറ്റി എന്നുള്ളത് എഴുതി വെക്കുക. ഇളയ പെരുമാൾ കമ്മിറ്റി എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടത്? അത് പട്ടികജാതി വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പട്ടിക ജാതി വർഗ വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള വികസനത്തെ പറ്റിയും തൊട്ടുകൂടായ്മയെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഇളയ പെരുമാൾ കമ്മിറ്റി എന്നുള്ളത് എഴുതുക. നോട്ട് എഴുതേണ്ട ആളുകൾ പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുക. പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള വികസനത്തെ പറ്റി, മാത്രമല്ല തൊട്ടുകൂടായ്മയെ പറ്റി, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇളയ പെരുമാൾ കമ്മിറ്റി എന്നുള്ളത് എന്ത് ചെയ്യപ്പെടുന്നത്, രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ 65 ഇളയ പെരുമാൾ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. 76 നമ്മൾ എന്ത് പറഞ്ഞത്, ഈ പറഞ്ഞ പേര് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ 78 ആദ്യമായി ഇന്ത്യയിൽ ഒരു SC/ST കമ്മീഷൻ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇളയ പെരുമാൾ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. 1978 എന്തുണ്ടാകുന്നത്, ആദ്യത്തെ ഒരു SC/ST കമ്മീഷൻ ഉണ്ടാകുന്നത് 1978 76 76 പേരുമാറ്റം ചെയ്യുന്നു. 78 ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള ഒരു 1978 നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള ഒരു SC/ST കമ്മീഷൻ ഉണ്ടാകുന്നു. പിന്നീട് 1987 ഈ പറയുന്ന നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള SC/ST കമ്മീഷന്റെ പേരിന്റെ ഒപ്പം ദേശീയ എന്നുള്ളത്, നാഷണൽ എന്നുള്ളത് ചേർക്കപ്പെടുന്നു. അതായത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നുള്ള പേര് 1987 സ്വീകരിക്കുന്നു. 1990 അതിന്റെ ഇന്ത്യയുടെ 65ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്ന് പറയുന്ന സ്ഥാപനത്തിന് എന്ത് ലഭിക്കുന്നു, നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഭരണഘടനാ പദവി ലഭിക്കുന്നു. ഭരണഘടനാ പദവി ലഭിക്കുന്നു. ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് ഈ പറയുന്ന SC/ST കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം മാറുന്നു 1990. ഇതെല്ലാം നടന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നത് എന്തുകൊണ്ടാണ്? അതിനു വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഈ പറഞ്ഞ ഇളയ പെരുമാൾ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ്. ആദ്യത്തെ നോൺ സ്റ്റാറ്റ്യൂട്ടറി SC/ST കമ്മീഷൻ 78 ഉണ്ടാകുന്നു. ഇതാണ് പിന്നീട് 87 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആകുന്നത്. ഇത് തന്നെയാണ് പിന്നീട് 1990 65ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്തായി മാറുന്നത്, ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് മാറുന്നത്. നമ്മൾ SC/ST കമ്മീഷനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അവിടെ ഇതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞതാണ്. ഇത് പിന്നീട് വീണ്ടും ഇവിടെ SC/ST വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തുല്യമല്ലാത്തത് കൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു
നാഷണൽ കമ്മീഷൻ ഫോർ SC ഉണ്ടാവുന്നു, നാഷണൽ കമ്മീഷൻ ഫോർ ST ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോ ഇതാ കൂടാതെ ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന് പറയുന്ന ആ നിയമത്തിൽ ഒരു ഷെഡ്യൂളും ഒരു പട്ടികയും 17 വകുപ്പുകളുമാണ് ഉള്ളത്. എന്താണ്? ഒരു പട്ടികയും 17 വകുപ്പുകളുമാണ് എവിടെയുള്ളത്? ഈ പറയുന്ന പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ ഉള്ളത്. ഇതാണ് പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? പൗരാവകാശ സംരക്ഷണ നിയമത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 1955. പൗരാവകാശ നിയമത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ അത് അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്നു. 1976 ഈ പറയുന്ന ഈ പൗരാവകാശ നിയമത്തിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് 1955 എന്നായിരുന്നു. പിന്നീട് അത് 1976 പൗരാവകാശ നിയമം എന്ന അല്ലെങ്കിൽ എന്താണ് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് എന്ത് ചെയ്തു? നാമകരണം ചെയ്യപ്പെട്ടു. ഇതിന് കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് പെരുമാൾ കമ്മിറ്റി, അതായത് ഇളയ പെരുമാൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഇളയ പെരുമാൾ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1978 ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് SC/ST കമ്മീഷൻ ഉണ്ടാകുന്നത്. അറിയാത്ത ആളുകൾ എഴുതി വെക്കുക. നോട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ആവശ്യമാണ് എന്ന് തോന്നിയാൽ നോട്ട് എഴുതണം കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇളയ പെരുമാൾ കമ്മിറ്റി നിയമിച്ചത്? പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള എന്താണ് വികസനത്തെ പറ്റി പഠിക്കുന്നതിന്, തൊട്ടുകൂടായ്മയെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇളയ പെരുമാൾ കമ്മിറ്റിയെ നിയമിക്കുന്നത്. അങ്ങനെ 78 ഇളയ പെരുമാൾ കമ്മിറ്റി പറയുന്നു എന്താണ്? ഇവരെ കുറിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കമ്മീഷൻ, ഇവരെ പരിഗണിക്കുന്നതിന് കേൾക്കുന്നതിനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മീഷൻ ഉണ്ടാകണം, അത് ആവശ്യകതയാണ് എന്ന ഇളയ പെരുമാൾ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 78 ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്താണ് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിക്കൊണ്ട് SC/ST കമ്മീഷൻ ഉണ്ടാകുന്നു. 87 ഇതിന്റെ പേര് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നായി മാറുന്നു. 90 65 ഭരണഘടനാ ഭേദഗതിയോടുകൂടി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ത് ലഭിക്കുന്നു? ഭരണഘടനാ സ്ഥാപനം എന്ന ബഹുമതി ലഭിക്കുന്നു. മാത്രമല്ല ഈ നിയമത്തിൽ എന്താണ് ഒരു പട്ടികയും 17 സെക്ഷൻസുമാണ്, വകുപ്പുകളുമാണ് ഉള്ളത്. ഈ 17 വകുപ്പുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നില്ല? നമ്മളിവിടെ പഠിക്കുന്നില്ല. മറിച്ച് നമുക്ക് വേണ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. നോക്കുക, ഇതിൽ ഏറ്റവും പ്രധാനം കുറ്റവും ശിക്ഷയുമാണ്. എന്താണ് പ്രധാനമായിട്ടുള്ളത്? കുറ്റവും ശിക്ഷയുമാണ്. അതായത് ഈ അൺടച്ചബിലിറ്റി ആചരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അയിത്തം ആചരിക്കുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷകളെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ നിയമത്തിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോ ഒന്നാമത്തെ കുറ്റം അല്ലെങ്കിൽ ഒന്നാമത്തെ നമ്മളൊരു പ്രധാനപ്പെട്ട കുറച്ച് ഒരു 5-6ഓളം കുറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കുറ്റം മതപരമായിട്ടുള്ള വികലതകളാണ്. എന്താണ്? മതപരമായിട്ടുള്ള വികലതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മതപരമായിട്ടുള്ള വികലതകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന നിയമത്തിന്റെ സെക്ഷൻ 3 ഇതിനെ കുറിച്ച് പറയുന്നത്. എന്താണ്? സെക്ഷൻ 3 എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ മതപരമായിട്ടുള്ള വികലതകളെ കുറിച്ച് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഈ മതപരമായിട്ടുള്ള വികലതകൾ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമുക്ക് എന്താണ് എന്ന് നോക്കാം. അതായത് തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ, അതായത് അയിത്തം ആചരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ എന്താണ് അത് നടപ്പിലാക്കുന്നതിലൂടെയോ തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ, പോയിന്റ് ശ്രദ്ധിക്കണം, ഒരു മതത്തിലുള്ള വ്യക്തിയെ, ഒരേ മതത്തിലുള്ള വ്യക്തിയെ, പോയിന്റ് ആണത്. എന്താണ്? കൺഫ്യൂഷൻ വരാവുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ വരും. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഒരേ മതത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് അതേ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ എന്ത് ചെയ്യുക? പൊതു ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുക.
സിമ്പിളായിട്ട് പറഞ്ഞാൽ മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയെ മുസ്ലിമായിട്ടുള്ള മറ്റൊരു വ്യക്തി അവരുടെ പള്ളിയിൽ കയറുന്നതിൽ നിന്ന് തടയുന്നു, അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഹിന്ദുവായിട്ടുള്ള മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, അമ്പലത്തിൽ കയറുന്നതിൽ നിന്ന് തടയുന്നു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ചിലപ്പോൾ അയാൾ എന്താണ്, താഴ്ന്ന ജാതിക്കാരനായതാകാം, ഇല്ലെങ്കിൽ അയാൾക്ക് എന്താണ്, സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞാകാം. അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, ഒരു മതത്തിൽപ്പെട്ട ആളെ അതേ മതത്തിൽപ്പെട്ട മറ്റൊരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ എന്താണ്, പൊതു ആരാധന ആലയങ്ങൾ സന്ദർശിക്കുന്നതിൽ അല്ലെങ്കിൽ അവിടെ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയാൽ അത് എന്തായിട്ട് വരും? അതിനെ നമുക്ക് മതപരമായിട്ടുള്ള വികലതയായിട്ട് പറയാം. അത് മാത്രമല്ല, മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ആരാധനാലയങ്ങളിലുള്ള സ്നാനഘട്ടങ്ങൾ, കുളങ്ങൾ, കിണറുകൾ, വെള്ളം, ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി തടയുകയാണെങ്കിൽ അതും എന്തിന്റെ പരിധിയിൽ വരും? അതും ഈ പറഞ്ഞ മതപരമായിട്ടുള്ള വികലതകൾ എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ കീഴിൽ വരും. എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടി ആ പോയിന്റ് ശ്രദ്ധിച്ചു നോക്കുക. അതായത് എന്താണ് മതപരമായിട്ടുള്ള വികലത എന്നുള്ളതാണ് പറയുന്നത്. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ ഒരേ മതത്തിൽപ്പെട്ട വ്യക്തിയെ, എന്താണ് തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ ഒരേ മതത്തിൽപ്പെട്ട വ്യക്തി എന്താണ്, ആരാധനാലയങ്ങളിൽ, പൊതു ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുക, അല്ലെങ്കിൽ ഈ ആരാധനാലയങ്ങളിലുള്ള സ്നാനഘട്ടം, അതായത് കുളിക്കാനുള്ള കുളമോ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുളമോ കിണറുകളോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ വെള്ളമോ ഒക്കെ ഉപയോഗിക്കുന്നത് ആ വ്യക്തിയെ തടഞ്ഞാൽ അതെന്താണ്? അത് മതപരമായിട്ടുള്ള വികലതയാണ്. ഇങ്ങനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 3 പ്രകാരം എന്താണ്? അയാൾ ശിക്ഷക്ക് അർഹനാണ്. അപ്പൊ എന്താണ് അവിടെ അയാൾക്ക് നൽകുന്ന ശിക്ഷ എന്ന് നമുക്ക് നോക്കാം. ഒരാള് മറ്റൊരാളെ ക്ഷേത്രത്തിൽ കയറുന്നത് തടഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് 1 മാസം മുതൽ 6 മാസം വരെ തടവാണ്. എന്താണ്? അതായത് 1 മാസം മുതൽ 6 മാസം വരെ തടവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. 1 മാസത്തിൽ കുറയാതെയോ 6 മാസത്തിൽ കൂടാതെയോ ഉള്ള തടവ്. തടവ് മാത്രമല്ല, അതിന്റെ ഒപ്പം തന്നെ എന്തുമുണ്ട്? പിഴ ശിക്ഷയുമുണ്ട്. പിഴ ശിക്ഷ എന്ന് പറയുന്നത് 100 രൂപ മുതൽ 500 രൂപ വരെയാണ്. അതായത് പിഴ എന്നുള്ളത് 100 രൂപയിൽ കുറയില്ല, എന്താണ് 500 രൂപയിൽ കൂടില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. മതപരമായിട്ടുള്ള വികലതക്കുള്ള ശിക്ഷയാണ് 1 മാസം മുതൽ 6 മാസം വരെ തടവും, അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ അല്ല, അതും അതിന്റെ ഒപ്പം തന്നെ എന്താണ് 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള എന്താണ് പിഴയും നൽകുന്നത്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. മതപരമായിട്ടുള്ള വികലത നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന ഒരുപാട്, അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്ന ഒരു 3, 4, 5 എന്താണ് കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഈ 1 മാസം മുതൽ എന്താണ് 6 മാസം വരെയുള്ള തടവും 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള പിഴയുമാണ്. ഒരു സ്ഥലത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് വ്യത്യാസം വരുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കും. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറെ ഉത്തരങ്ങൾ എന്താ ചെയ്യും, പെട്ടെന്ന് കിട്ടും. അതായത് മതപരമായിട്ടുള്ള വികലതയ്ക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1 മാസം മുതൽ 6 മാസം വരെയാണ്. 100 രൂപ മുതൽ 500 രൂപ വരെയാണ് പിഴ. ഇനി രണ്ടാമത്തേത് നോക്കുക, സാമൂഹിക വികലതകൾ. എന്താണ് സാമൂഹിക വികലതകൾ? സെക്ഷൻ 4 സാമൂഹിക വികലതകളെ കുറിച്ച് പറയുന്നത്. നമ്മൾ മതപരമായിട്ടുള്ള വികലതകൾ എന്താണെന്നാണ് പറഞ്ഞത്. ഒന്ന്, ഒരേ മതത്തിലുള്ള വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല, ക്ഷേത്രങ്ങളിലോ ആരാധനാലയങ്ങളിലോ പൊതു ആരാധനാലയങ്ങളിൽ കയറുന്നതിൽ നിന്ന് തടയാൻ പാടില്ല. രണ്ടാമത്തേത് എന്താണ്, അവിടുത്തെ ജലം, സ്നാനഘട്ടം, കുളം, കിണർ എന്നിവ ഉപയോഗിക്കുന്നതിനായിട്ട് തടയാൻ പാടില്ല. അതുപോലെ തന്നെ സാമൂഹികമായിട്ടു ചില വികലതകളുണ്ട്, അതിനും എന്ത് പറയുന്നുണ്ട്, ചില ശിക്ഷകൾ പറയുന്നുണ്ട്. അപ്പോ സാമൂഹികപരമായിട്ടുള്ള വികലതകളെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 4.
എന്താണ് സാമൂഹികപരമായിട്ടുള്ള വികലതകൾ എന്ന് നമുക്ക് നോക്കാം. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ, ശ്രദ്ധിക്കണം, തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ കടകളിലും പൊതു റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പൊതുവിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എന്താണ് പ്രവേശിക്കുന്നത് തടയുക. അതായത് ഒരു വ്യക്തിയെ കടകളിലും പൊതു റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പിന്നെന്താണ് പൊതുവിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യുക, പ്രവേശിക്കുന്നത് തടയുക. ഇങ്ങനെ തടയുന്നത് എന്താണ്? അതൊരു സാമൂഹിക വികലതയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് പൊതുവായിട്ടുള്ള ജോലികൾ ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുക. അതായത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി അയാളെ കൊണ്ട്, അയാൾ ഒരു പ്രത്യേക ജാതി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അയാള് എന്താണ് കറുത്തു പോയത് കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് ഇതിന് വൃത്തി കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ചേരിയിൽ താമസിക്കുന്നത് കൊണ്ടോ എന്ത് ചെയ്യാതിരിക്കുക, പൊതുവായിട്ട് എന്താണ് എല്ലാവരും ചെയ്യുന്ന ചില ജോലികൾ അയാൾക്ക് നൽകാതിരിക്കുക, അല്ലെങ്കിൽ അയാൾ ആ ജോലി ചെയ്താൽ അതിനെ തടയുക. ഇതെന്താണ്? ഇത് സാമൂഹികമായിട്ടുള്ള വികലതയാണ്. അടുത്തത് പൊതുവായിട്ടുള്ള നദി, കുളം, കിണർ, അരുവി, പൈപ്പ്, ജലം തുടങ്ങിയവ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുക. എന്താണ്? പൊതുവായിട്ടുള്ള നദി, കുളം, കിണർ, അരുവി, പൈപ്പ്, ജലം തുടങ്ങിയവ ഉപയോഗിക്കുന്നത് തടയുക. അടുത്തത് പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് തടയുക. പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് തടയുക. പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് തടയുക. ഇതൊക്കെ എന്തിന്റെ പരിധിയിൽ വരും? ഇതൊക്കെ സാമൂഹിക വികലതയുടെ പരിധിയിൽ വരും. എന്താണ് സാമൂഹിക വികലത എന്ന് പറയുന്നത്? തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ കടകൾ, പൊതു റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, പൊതുവിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യുക? പ്രവേശനം നിഷേധിക്കുക. അല്ലെങ്കിൽ എന്താണ്? പൊതുവായിട്ടുള്ള ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. പൊതുവായിട്ടുള്ള നദി, കുളം, കിണർ, ഉറവ, അരുവി, പൈപ്പ്, ജലം ഇവയൊക്കെ എന്ത് ചെയ്യുക? ഉപയോഗിക്കുന്നത് തടയുക. പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് തടയുക. ഇങ്ങനെയൊക്കെ തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ തടഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു സാമൂഹിക വികലതയുടെ എന്താണ് ഗണത്തിൽ വരികയും ഇവിടെയും ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ശിക്ഷ എന്ന് പറയുന്നത് 1 മാസം മുതൽ 6 മാസം വരെ തടവും 100 രൂപ മുതൽ 500 രൂപ വരെ പിഴയുമാണ്. നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെയാണ്. അതായത് മതപരമായിട്ടുള്ള വികലത പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? അവിടെയും 1 മാസം മുതൽ 6 മാസം വരെയാണ് തടവ്, 100 രൂപ മുതൽ 500 രൂപ വരെയാണ് ഇതെന്ന് പറയുന്നത് പിഴ അല്ലെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത്. സാമൂഹികമായിട്ടുള്ള വികലതയിലും എന്താണ്? ഇത് തന്നെയാണ് പറയുന്നത്. 1 മാസം മുതൽ 6 മാസം വരെ തടവും 100 രൂപ മുതൽ 500 രൂപ വരെ എന്താണ് പിഴയും നൽകേണ്ടി വരും. ഈ സാമൂഹിക വികലതയും വികലതയും മതപരമായിട്ടുള്ള വികലതയും തമ്മിൽ ചെറിയ സാമ്യങ്ങളുണ്ട്. മതപരമായിട്ടുള്ള വികലത എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ മതത്തിൽപ്പെട്ട ആളുകൾ അതത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ് മതപരമായിട്ടുള്ള വികലത പറയുന്നത്. ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുക, അവിടുത്തെ ജലസ്രോതസ്സുകളോ സ്നാനഘട്ടങ്ങളോ ഉപയോഗിക്കുന്നത് തടയുക. അതാണ് മതപരമായിട്ടുള്ള വികലത. അത് തന്നെ സാമൂഹികമായിട്ട് ഉള്ള വികലത എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമൂഹിക വികലത എന്ന് പറയുന്നത്. അതായത് റെസ്റ്റോറന്റ്, കടകള്, എന്താണ് പൊതുവായിട്ടുള്ള ജോലികൾ ചെയ്യാൻ വിസമ്മതിക്കുക, പിന്നെന്താണ് പൊതുവായിട്ടുള്ള നദി, സ്നാനഘട്ടങ്ങൾ, കിണർ, എന്താണ് അരുവി, പൈപ്പ്, ജലം ഇവയൊക്കെ എന്ത് ചെയ്യുക? ഉപയോഗിക്കുന്നത് തടയുക. പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് തടയുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സാമൂഹികപരമായിട്ടുള്ള വികലതകൾ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇത്തരം വികലതകൾ ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ചില ആളുകൾക്കൊക്കെ എന്താണ് അത്തരം വികലതകൾ ഉണ്ട്. പണ്ട് കാലത്ത് എന്താണ് അത് ഓപ്പൺ ആയിട്ട് പ്രകടിപ്പിക്കുമായിരുന്നു. ഇപ്പൊ പ്രകടിപ്പിച്ചാൽ ചിലപ്പോൾ എന്താണ് അകത്തു പോകുന്നത് കൊണ്ട് പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, അത്തരം വികലതകൾ എന്ത് ചെയ്യുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല. അപ്പോ ഇത്തരം വികലതകൾ എന്താണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിയമത്തിൽ എന്ത് ചെയ്യേണ്ടി വന്നത്, ഇങ്ങനെയൊക്കെ എഴുതി വെക്കേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് ആശുപത്രികളിലും മറ്റും പ്രവേശിക്കുന്നത് തടയുക.
ആശുപത്രികളിലും മറ്റും പ്രവേശിക്കുന്നത് തടയുക. സെക്ഷൻ 5 എന്താണ്? സെക്ഷൻ 5 ആശുപത്രികളിലും മറ്റും പ്രവേശിപ്പിക്കുന്നത് തടയുക എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ ആശുപത്രികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആശുപത്രികൾ എല്ലാവർക്കും മനസ്സിലായി. ഈ മറ്റും എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 5 പ്രകാരം എന്താണ്? തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികളിലോ, പിന്നെ മറ്റും എന്നുള്ളതിന്റെ പരിധിയിൽ വരുന്നതാണ് ഡിസ്പെൻസറികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യുക? പ്രവേശനം നിഷേധിക്കുക. എന്താണ്? തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികൾ, പിന്നെ എന്താണ്? ഡിസ്പെൻസറികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? ഒരു വ്യക്തിക്ക് പ്രവേശനം നിഷേധിച്ചാൽ അതെന്താണ്? അത് ഈ സെക്ഷൻ 5 പരിധിയിലാണ് വരുന്നത്. ഇനി പ്രവേശനം നിഷേധിക്കുന്നില്ല, അയാളെ പ്രവേശിപ്പിച്ചു എന്ന് കരുതുക. ഹോസ്പിറ്റലിലോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അയാൾ പ്രവേശിച്ചു എന്ന് കരുതുക, പ്രവേശിപ്പിച്ചു എന്ന് കരുതുക. എന്നിട്ട് അയാളോട് എന്ത് ചെയ്യുന്നു? വിവേചനം കാണിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ കാണിച്ചാൽ അതും ഈ പറയുന്ന എന്താണ്? സെക്ഷൻ 5 കീഴിൽ വരും. അതായത് സെക്ഷൻ 5 ആശുപത്രികളിലും മറ്റും പ്രവേശിക്കുന്നത് തടയുന്നതിനുള്ള ശിക്ഷകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ പ്രവേശനം എന്ത് ചെയ്യുക? നിഷേധിക്കുക. എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യുക? പ്രവേശനം നിഷേധിക്കുക. അല്ലെങ്കിൽ എന്താണ്? പ്രവേശിച്ചതിനു ശേഷം അവരോട് എന്ത് ചെയ്യുക? വിവേചനം കാണിക്കുക. എന്ത് ചെയ്യുക? പ്രവേശിച്ചതിന് ശേഷം വിവേചനം കാണിക്കുക. ഇങ്ങനെ കാണിച്ചാൽ ശിക്ഷ എന്ന് പറയുന്നത് വീണ്ടും എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെ തടവും 100 രൂപ മുതൽ 500 രൂപ പിഴയുമാണ് എന്തെന്ന് പറയുന്നത്? ശിക്ഷ എന്ന് പറയുന്നത്. എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെ തടവ്, 100 രൂപ മുതൽ 500 രൂപ വരെ പിഴ. അപ്പോ 3 എണ്ണമായി. എന്ത്? 1 മാസം മുതൽ 6 മാസം വരെ തടവും 100 രൂപ മുതൽ 500 രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റങ്ങൾ. ഒന്നാമത്തേത് മതപരമായിട്ടുള്ള വികലത, രണ്ടാമത്തേത് സാമൂഹിക പരമായിട്ടുള്ള വികലതകൾ, മൂന്നാമത്തേത് എന്താണ്? ആശുപത്രികളിലും മറ്റും പ്രവേശിക്കുന്നത് തടയുന്നതിനുള്ള ശിക്ഷകൾ ആണ് മൂന്നാമത്തേത്. ഇതിനെല്ലാം ശിക്ഷ എന്ന് പറയുന്നത് 1 മാസം മുതൽ 6 മാസം വരെ തടവും 100 രൂപ മുതൽ 500 രൂപ വരെ പിഴയുമാണ്. ഇനി അടുത്തത് സാധനങ്ങൾ വിൽക്കുന്നതോ സേവനങ്ങൾ നൽകുന്നതിനോ എന്ത് ചെയ്യുക? വിസമ്മതിക്കുക. എന്താണ്? സാധനങ്ങൾ വിൽക്കുന്നതിനോ സേവനങ്ങൾ നൽകുന്നതിനോ വിസമ്മതിച്ചാലുള്ള ശിക്ഷയെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കുവാനായിട്ട് പോകുന്നത്. എന്താണ്? സാധനങ്ങൾ വിൽക്കുന്നതോ സേവനങ്ങൾ നൽകുന്നതിനോ എന്ത് ചെയ്യുക? വിസമ്മതിക്കുന്നതിനുള്ള ശിക്ഷകൾ. അതായത് സെക്ഷൻ 6 ഇതിനെ കുറിച്ച് പറയുന്നത്. എന്താണ്? സെക്ഷൻ 6 പറയുന്നു, തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ വ്യാപാര പ്രവർത്തനങ്ങൾക്കിടയിൽ സാധനങ്ങളോ സേവനങ്ങളോ നൽകാൻ സമ്മതിക്കാതിരിക്കൽ. സിമ്പിളാണ്. അതായത് ഒരു വ്യക്തി കീഴ്ജാതിക്കാരനായിക്കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്താണ് ഒരു ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് എന്ത് ചെയ്യുക? അയാളോട് മനഃപൂർവമായിട്ട് അയാൾക്ക് സാധനങ്ങളോ സേവനങ്ങളോ നൽകുവാൻ വിസമ്മതിക്കുക. ഇതൊക്കെ പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് ചില ചായക്കടകളിൽ എന്താണ് ഇന്നും ചില സ്ഥലങ്ങളിൽ ചില്ലി ഗ്ലാസിൽ ചില ജാതി വിഭാഗക്കാർക്ക് ചായ കൊടുക്കില്ല. ചിരട്ടയിൽ ചായ കൊടുക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന മനുഷ്യർ ഇന്നും ജീവിക്കുന്ന നാടാണ് നമ്മളുടെ നാട് എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞു അതൊക്കെ, എങ്കിലും എന്താണ് ഇന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഈ സെക്ഷൻ 6 എന്ന് പറയുന്നത്. അതായത് തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ വ്യാപാര പ്രവർത്തനങ്ങൾക്കിടയിൽ സാധനങ്ങളോ സേവനങ്ങളോ എന്ത് ചെയ്യുക? നൽകുവാൻ സമ്മതിക്കാതിരിക്കൽ. ഇത് എന്തിന്റെ പരിധിയിൽ വരും? ഇത് സെക്ഷൻ 6 പരിധിയിൽ വരും. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെ എന്താണ്? തടവ്,
100 രൂപ മുതൽ 500 രൂപ വരെ എന്താണ് പിഴ എന്നിവയാണ്. എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെ തടവ്, 100 രൂപ മുതൽ 500 രൂപ വരെ എന്താണ് പിഴ. അപ്പൊ വീണ്ടും എന്താണ് മതപരമായിട്ടുള്ള എന്താണ് വികലതകൾ, സാമൂഹികപരമായിട്ടുള്ള വികലതകൾ, പിന്നെ എന്താണ് ആശുപത്രികളിലും മറ്റും പ്രവേശിക്കുന്നത് തടയുക, സാധനങ്ങളോ സേവനങ്ങളോ എന്ത് ചെയ്യുക, നൽകാതിരിക്കുക. ഇതിനെല്ലാം ശിക്ഷ എന്ന് പറയുന്നത് 1 മാസം മുതൽ 6 മാസം വരെയുള്ള തടവും അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള പിഴയുമാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മറ്റു കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. അതായത് ഇപ്പൊ മുകളിൽ പറഞ്ഞതിലൊന്നും പെടാത്ത ചില കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മറ്റു കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നതിൽ എന്ത് പറയുന്നത്. മറ്റു കുറ്റകൃത്യങ്ങൾ എന്നുള്ളത് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഈ മുകളിൽ പറഞ്ഞേക്കുന്ന കാറ്റഗറിയിലൊന്നും വരാത്ത ഇതിനെ കുറിച്ചാണ്. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7 ആണ്. മറ്റു കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7 ആണ്. എന്താണ് ഇനി മറ്റു കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നത് നോക്കുക. തൊട്ടുകൂടായ്മ പ്രചരിപ്പിക്കുക, തൊട്ടുകൂടായ്മ പ്രചരിപ്പിക്കുക, തൊട്ടുകൂടായ്മ പ്രവർത്തിക്കുക, തൊട്ടുകൂടായ്മയുടെ പേരിൽ വ്യക്തികളുടെ അവകാശങ്ങൾ തടയുക. ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെന്തിന്റെ മറ്റു കുറ്റകൃത്യങ്ങൾ സെക്ഷൻ 7ന്റെ അണ്ടറിൽ എന്ത് വരും? 1 മാസം മുതൽ 6 മാസം വരെയുള്ള തടവ്, 100 രൂപ മുതൽ 500 രൂപ വരെ എന്താണ് പിഴ എന്നിവയാണ് ഇതിന്റെ എന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറയുന്നത്. എന്താണ്? സെക്ഷൻ 7 പ്രകാരം തൊട്ടുകൂടായ്മ പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, തൊട്ടുകൂടായ്മയുടെ പേരിൽ എന്ത് ചെയ്യുക, വ്യക്തികളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക, തടയുക. ഇവയൊക്കെ എന്തിന്റെ കീഴിൽ വരും? ഇതൊക്കെ സെക്ഷൻ 7ന്റെ കീഴില് വരും. ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെ, 100 രൂപ മുതൽ എന്താണ് 500 രൂപ വരെ പിഴ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചത് മതപരമായിട്ടുള്ള വികലതകൾ, പിന്നെ എന്താണ് ഈ പറഞ്ഞ സാമൂഹികപരമായിട്ടുള്ള വികലതകൾ, പിന്നെ ആശുപത്രികളിലും മറ്റും പ്രവേശിക്കുന്നതിൽ നിന്നുള്ള വിലക്ക്, സാധനങ്ങളോ സേവനങ്ങളോ നൽകാതെ ഇരിക്കുക, പിന്നെ എന്താണ് അവസാനത്തേതായിട്ട് മറ്റു കുറ്റകൃത്യങ്ങൾ എന്നുള്ളതിന്റെ പരിധിയിൽ തൊട്ടുകൂടായ്മ പ്രചരിപ്പിക്കുക, തൊട്ടുകൂടായ്മ പ്രവർത്തിക്കുക, തൊട്ടുകൂടായ്മ എന്താണ് അല്ലെങ്കിൽ അതിലൂടെ തൊട്ടുകൂടായ്മയുടെ പേരിൽ മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ തടയുക. ഇതിനെല്ലാം ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെയാണ്, 100 രൂപ മുതൽ 500 രൂപ വരെയാണ് പിഴ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾക്കെല്ലാം ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു ശിക്ഷയാണ്. ഇവിടെ വെച്ച് നമ്മൾ എന്താണ് ഇനി ഒരു അടുത്ത പോയിന്റ് പഠിക്കുമ്പോൾ നമ്മൾ ശിക്ഷ എന്ത് ചെയ്യും? വ്യത്യാസം വരും. അത് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷയായിട്ട് പഠിക്കുക. ബാക്കി ഒരെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ എല്ലാത്തിന്റെയും ഉത്തരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? എത്തിച്ചേരുന്നതായിരിക്കും. നോക്കുക, സെക്ഷൻ 7A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് സെക്ഷൻ 7A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഇത് പറയുന്നത് നിയമവിരുദ്ധവും നിർബന്ധപൂർവവുമായിട്ടുള്ള തൊഴിൽ ചെയ്യിക്കൽ എന്തിനെ കുറിച്ചാണ്? എന്താണ്? നിയമവിരുദ്ധവും നിർബന്ധപൂർവവുമായിട്ടുള്ള തൊഴിൽ ചെയ്യിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില വിഭാഗങ്ങളുടെ തൊഴിലുകളാണ്, അതായത് ഈ തോട്ടിപ്പണി പോലെയുള്ള പണികൾ ചില താഴ്ന്ന ജാതിക്കാരുടെ എന്താണ് അവർ ചെയ്യേണ്ട തൊഴിലുകളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഒരു വർണ്ണ വിഭാഗം അല്ലെങ്കിൽ ഒരു ഉയർന്ന വിഭാഗം ഇന്ത്യയിൽ എന്ത് ചെയ്തിരുന്നു? ജീവിച്ചിരുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് നിയമവിരുദ്ധവും നിർബന്ധപൂർവമായിട്ടുള്ള തൊഴിൽ ചെയ്യിക്കുക എന്നുള്ളത് സെക്ഷൻ 7A പ്രകാരം എന്താണ്? കുറ്റകൃത്യമാണ്. ആ തൊഴിലുകൾ എന്തൊക്കെ വരുമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തൊട്ടുകൂടായ്മയുടെ പേരിൽ ഏതെങ്കിലും വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യുക? തോട്ടിപ്പണി ചെയ്യിപ്പിക്കുക, മാൻഹോൾ ക്ലീൻ ചെയ്യിക്കുക. അയാളുടെ ഇഷ്ടപ്രകാരമല്ല അയാൾ അത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. തോട്ടിപ്പണി, തൂത്തുവാരൽ, ജഡം നീക്കം ചെയ്യൽ, മൃഗത്തിന്റെ തോലുരിക്കൽ തുടങ്ങിയ സമാന സ്വഭാവമുള്ള ജോലികൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് സെക്ഷൻ 7A പ്രകാരം എന്താണ്? കുറ്റകൃത്യമാണ്. അതായത് നിയമവിരുദ്ധവും
നിർബന്ധിതവുമായിട്ടുള്ള തൊഴിൽ ചെയ്യിക്കൽ എന്ന് പറയുന്ന സെക്ഷൻ 7A പരിധിയിൽ ഇത് എന്ത് ചെയ്യും? ഇത് വരും. നോക്കുക, തൊട്ടുകൂടായ്മയുടെ പേരിൽ ഏതെങ്കിലും വ്യക്തിയെ കൊണ്ട് എന്താണ് തോട്ടിപ്പണിയോ തൂത്തുവാരലോ ജഡം നീക്കം ചെയ്യലോ തോലുരിക്കലോ തുടങ്ങിയ സമാന സ്വഭാവമുള്ള ജോലി ചെയ്യുവാൻ എന്ത് ചെയ്യുക? പ്രേരിപ്പിക്കുക. ഇതിന്റെ ശിക്ഷ മാത്രം എന്താണ്? ഇതിന്റെ ശിക്ഷ വ്യത്യസ്തമാണ്. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് നോക്കുക, 3 മാസം മുതൽ 6 മാസം വരെയാണ് തടവ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പുള്ള എല്ലാ കേസുകളിലും എന്താണ്? ഇതിനു മുമ്പുള്ള എല്ലാ കേസുകളിലും 1 മാസം മുതൽ 6 മാസം വരെയാണെങ്കിൽ സെക്ഷൻ 7A കാര്യത്തിൽ മാത്രം എന്താണ്? 3 മാസം മുതൽ 6 മാസം വരെയാണ് എന്തെന്ന് പറയുന്നത് തടവ് എന്ന് പറയുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിഴ എന്ന് പറയുന്നത് 100 രൂപ മുതൽ 500 രൂപ വരെയാണ്. അപ്പൊ നമ്മള് കുറ്റവും ശിക്ഷയുടെയും ഇതിൽ മതപരമായിട്ടുള്ള വികലതകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത്. സെക്ഷൻ 3 എന്താണ്? ഒരു മതത്തിൽപ്പെട്ട ആളെ എന്ത് ചെയ്യാൻ പാടില്ല? ആരാധനാലയത്തിൽ എന്താണ് കടക്കുന്നത് തടയാൻ പാടില്ല. മാത്രമല്ല ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? സ്നാനഘട്ടങ്ങളോ കുളങ്ങളോ കിണറുകളോ വെള്ളം ഉപയോഗിക്കുന്നത് തടയാൻ പാടില്ല. ഇങ്ങനെ തടഞ്ഞാൽ സെക്ഷൻ 3 പ്രകാരം എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെ ശിക്ഷ, 100 രൂപ മുതൽ 500 രൂപ വരെ എന്താണ് പിഴ. സാമൂഹിക വികലത എന്ന് പറയുന്നത് സെക്ഷൻ 4 എന്താണ്? കടകൾ, റെസ്റ്റോറന്റ്, പൊതുവിനോദ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ ഇവിടെയൊന്നും തടയാൻ പാടില്ല. പിന്നെന്താണ്? പൊതുവായിട്ടുള്ള ജോലികൾ ചെയ്യുന്നത് തടയാൻ പാടില്ല. നദി, കുളം, കിണർ, അരുവി, പൈപ്പ്, ജലം ഇവയൊക്കെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുവാനായിട്ട് പാടില്ല. പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് തടയുവാൻ പാടില്ല. അങ്ങനെ തടഞ്ഞാൽ അതെന്താണ്? അതൊരു കുറ്റകൃത്യമാണ്. സെക്ഷൻ 4 പ്രകാരം 1 മാസം മുതൽ 6 മാസം വരെ തടവ്, 100 രൂപ മുതൽ 500 രൂപ വരെ എന്താണ് പിഴ. ഇനി ആശുപത്രികളിലും പ്രവേശിക്കുന്നതും മറ്റും തടയുക. സെക്ഷൻ 5 ആശുപത്രി മറ്റും എന്നുള്ളതിന്റെ പരിധി. ആശുപത്രി, ഡിസ്പെൻസറി മറ്റും എന്നുള്ളതിന്റെ പരിധിയിൽ എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ എന്നിവ വരും. അവിടെയുള്ള പ്രവേശനം നിഷേധിക്കാൻ പാടില്ല. മാത്രമല്ല പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ അത് സെക്ഷൻ 5 പ്രകാരം എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെ തടവും 100 രൂപ മുതൽ 500 രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റകൃത്യമാണ്. ഇനി 4-മത്തേത് സാധനങ്ങൾ വിൽക്കുന്നതിനോ സേവനങ്ങൾ നൽകുന്നതിനോ വിസമ്മതിക്കുന്നത് സെക്ഷൻ 6 തൊട്ടുകൂടാ എന്താണ്? വ്യാപാര പ്രവർത്തികൾക്കിടയിൽ എന്താണ്? തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് എന്താണ്? സാധനമോ സേവനമോ നൽകാതിരുന്നാൽ അത് സെക്ഷൻ 6 പ്രകാരം ശിക്ഷാർഹമാണ്. 1 മാസം മുതൽ 6 മാസം വരെയുള്ള ശിക്ഷയും തടവും 100 രൂപ മുതൽ 500 രൂപ വരെയാണ് പിഴയും ലഭിക്കും. ഇനി മറ്റു കുറ്റകൃത്യങ്ങൾ എന്നുള്ളതിന്റെ പരിധിയിൽ സെക്ഷൻ 7 വരുന്നത്. എന്തൊക്കെയാണ്? തൊട്ടുകൂടായ്മ പ്രചരിപ്പിക്കുക, തൊട്ടുകൂടായ്മ പ്രവർത്തിപ്പിക്കുക, തൊട്ടുകൂടായ്മയുടെ പേരിൽ എന്താണ്? ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ലംഘിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ 7 പ്രകാരം കുറ്റകൃത്യമാണ്. ശിക്ഷ എന്താണ്? 1 മാസം മുതൽ 6 മാസം വരെ തടവ്, പിന്നെ എന്താണ്? 100 രൂപ മുതൽ 500 രൂപ വരെ പിഴ. അതിനുശേഷമാണ് സെക്ഷൻ 7A എന്ന് പറയുന്നത്. നിയമവിരുദ്ധവും നിർബന്ധപൂർവമായിട്ടുള്ള തൊഴിൽ ചെയ്യിക്കലിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? അത് തടയുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? തൊട്ടുകൂടായ്മയുടെ പേരിൽ എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് തോട്ടിപ്പണി ചെയ്യിക്കുക, തൂത്തുവാരുക, ജഡം നീക്കം ചെയ്യിക്കുക, മൃഗങ്ങളുടെ എന്ത് ചെയ്യുക? തോലുരിക്കുക തുടങ്ങിയ സ്വഭാവമുള്ള ജോലികൾ ചെയ്യുന്നത് എന്താണ്? തുടങ്ങിയ സ്വഭാവമുള്ള ജോലികൾ ചെയ്യുന്നത് കുറ്റകൃത്യമായിട്ട് എന്ത് ചെയ്യും? കണക്കാക്കും. അപ്പൊ എന്താണ്? ഇതിന് ഈ പറഞ്ഞ സെക്ഷൻ 7A പ്രകാരമാണെങ്കിൽ എന്താണ്? 3 മാസം മുതൽ 6 മാസം വരെ തടവും 100 രൂപ മുതൽ എന്താണ്? 500 രൂപ വരെ എന്താണ് പിഴയും ലഭിക്കും. ഇനി ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും അതിൽ പഠിക്കേണ്ട കുറ്റകൃത്യങ്ങളും ശിക്ഷകളും ഒക്കെ ഉള്ളത്. ഇനി ഇവ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ഇവ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ഇത് മുകളിൽ പറഞ്ഞ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിനു നൽകുന്ന ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 11 സെക്ഷൻ 11 സെക്ഷൻ 11 എന്താണ്? ആവർത്തിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്. എന്ത് ചെയ്യുന്നു?
ആവർത്തിച്ച് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. ഈ മുകളിൽ പറഞ്ഞ ഒരു കുറ്റകൃത്യം ചെയ്തു, അയാൾ ഒരു ശിക്ഷ അനുഭവിച്ചു, അതിനുശേഷം വീണ്ടും അയാൾ കുറ്റകൃത്യം ചെയ്യുന്നതിനെയാണ് ഈ ആവർത്തിച്ചു വരുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത്. അത് സെക്ഷൻ 11. അതായത് ഒരു കുറ്റകൃത്യം അയാൾ ചെയ്തു, അയാൾ ശിക്ഷ അനുഭവിച്ചു, വീണ്ടും അതേ കുറ്റകൃത്യം അയാൾ വീണ്ടും രണ്ടാമത് ചെയ്താൽ അയാൾക്ക് എന്താണ് ശിക്ഷ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരാൾ രണ്ടാമത് അതേ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ എന്താണ് അയാളുടെ ശിക്ഷ എന്ന് പറയുന്നത്? 6 മാസം മുതൽ 1 വർഷം വരെയാണ്. എന്താണ്? 6 മാസം മുതൽ 1 വർഷം വരെയാണ് എന്തെന്ന് പറയുന്നത് അയാൾക്കുള്ള തടവ് ശിക്ഷ എന്ന് പറയുന്നത്. ഇനി പിഴ എന്ന് പറയുന്നത് 200 രൂപ മുതൽ 500 രൂപ വരെയാണ്. എന്താണ്? 200 രൂപ മുതൽ 500 രൂപ വരെയാണ്. ഇനി രണ്ടാമതും അയാൾ ചെയ്തു, അതേ തെറ്റ് ആവർത്തിച്ചു, അയാൾ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം വീണ്ടും അയാൾ മൂന്നാമത് തെറ്റ് ചെയ്തു എന്ന് കരുതുക. മൂന്നാമതോ പിന്നീട് 3ൽ കൂടുതൽ എത്ര തവണയോ അയാൾ ഈ തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം മുതൽ 2 വർഷം വരെ തടവും 500 രൂപ മുതൽ 1000 രൂപ വരെ എന്താണ്? പിഴയുമാണ്. അപ്പോ ആവർത്തിച്ചുള്ള മുകളിൽ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്ക് എന്താണ്? ആവർത്തിച്ചിട്ടുള്ള ശിക്ഷകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഏത് സെക്ഷനിലാണ് അതിനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ 11 ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത്. രണ്ടാമത് കുറ്റകൃത്യം ചെയ്താൽ എന്താണ്? രണ്ടാമത് കുറ്റകൃത്യം ചെയ്താൽ 6 മാസം മുതൽ 1 മാസം വരെ 1 വർഷം വരെയാണ് തടവ്, 200 മുതൽ 500 രൂപ വരെ പിഴ കൊടുക്കേണ്ടി വരും. മൂന്നാമതോ അതിൽ കൂടുതലോ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ എന്താണ്? 1 വർഷം മുതൽ 2 വർഷം വരെ എന്ത് ചെയ്യേണ്ടി വരും? അയാൾക്ക് തടവ് ശിക്ഷ ലഭിക്കും. അല്ലെങ്കിൽ എന്താണ്? 500 രൂപ മുതൽ 1000 രൂപ വരെ പിഴ. 1 വർഷം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ കുറയാതെ 2 വർഷത്തിൽ കൂടാതെയുള്ള തടവ് ശിക്ഷയാണ്. 500 രൂപ മുതൽ 1000 രൂപ വരെ പിഴ എന്ന് പറഞ്ഞാൽ 500ൽ കുറയാതെ എന്താണ്? 1000ൽ കൂടാതെയുള്ള പിഴ ശിക്ഷയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഭാഗത്തിൽ എന്ത് ചെയ്യാനുള്ളത്? പഠിക്കുവാനായിട്ടുള്ളത്. അപ്പോ ഇതോടുകൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.